അപ്പൊ നിങ്ങൾ ഈ പെരയില് പേടിക്കണ്ട, ഞാൻ താമസിക്കില്ല. കിടന്നുറങ്ങാൻ ഒരു കടത്തിണ്ണ അല്ലെങ്കിൽ ഒരു മരച്ചുവട്, അത് ധാരാളം മതി. പ്രകൃതിയുടെ മടിത്തട്ടിൽ അങ്ങനെ കിടക്കും. പക്ഷേ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞാൻ പുലർച്ചെത്തും. രാത്രി വരെ ഇവിടെ കാണും. അല്ല, ഞാൻ ഇപ്പൊ ആലോചിക്കണതേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചികിത്സ ഇപ്പൊ എടുക്കണോന്നാണ്. ആർക്ക് കഷ്ടപ്പാട്? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. ആ ഔസേപ്പേട്ടന്റെ കിടപ്പ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. വറുത്തതും പൊരിച്ചതും വാരി വലിച്ച് കഴിച്ചതിനാ ആ പാവത്തിന് ക്യാൻസർ വന്നത്. മൂസ ഇതൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്? മൂസയ്ക്ക് ഈ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മുഖത്ത് ലേശം നീരുണ്ടല്ലോ. വയറ്റിൽ വെള്ളം നിറഞ്ഞ് വയർ വീർത്തതുപോലെ. അപ്പോൾ ക്യാൻസറിന്റെ 2 ലക്ഷണങ്ങൾ. നടുവേദനയുണ്ടോ? ഉണ്ട്. ഏത് നേരം MIT ഇങ്ങനെ പോണല്ലേ? അത് നിങ്ങൾ കണ്ടെത്തിയ കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിനുള്ള 3ാമത്തെ ലക്ഷണമാണ് ശരീരക്ഷീണം, തളർച്ച. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? നയിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ, ഇത്തിരി ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ സ്വയം സമാധാനിക്കാൻ പറയുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ക്യാൻസറിന്റെ 4ാമത്തെ ലക്ഷണമാണ്. നിങ്ങൾ ആ ഔസേപ്പട്ടൻ കിടക്കുന്ന കിടപ്പ് കാണും. ആ വേദന സഹിച്ചുള്ള കിടപ്പ് കാണുമ്പോ മതി, നിർത്ത്. നമ്മള് പ്രകൃതി തുടങ്ങിക്കോളാം. അങ്ങനെ വേണം, അങ്ങനെ വേണം. ഉറച്ച തീരുമാനം നിങ്ങൾ ആരോഗ്യവാനാക്കും. ഞാനില്ലേ കൂടെ. അതാ നമ്മള് പേടി. എന്താ പറഞ്ഞേ? അല്ല, അതാ നമ്മളെ ധൈര്യം എന്ന് പറയാ. നിങ്ങൾ കയറി കുത്തിരിക്കും. നിങ്ങൾ എന്റെ ഡോക്ടറിന് വിളിക്കൂ. ഡോക്ടർ വിൽപ്പൻ, നാച്ചുറോപ്പതി ഡോക്ടറാണ് ഞാൻ. MBBS ഉള്ളവരെ മാത്രമേ നിങ്ങൾ ഡോക്ടറിന് വിളിക്കൂ. അല്ല, ഇങ്ങനെ കണ്ടിട്ട് ഒരു ഡോക്ടർ ലുക്കൊന്നും ഇല്ല. എന്നാലും ഡോക്ടർ ഉൽപ്പലാശം കയറിയിരിക്കും. തവിട്, പിണ്ണാക്ക്, ഇളനീര്, മധുരനാരങ്ങ, കൂവളത്തിന്റെ ഇല, കുമ്പളത്തിന്റെ ഇല, തിപ്പല്ലി, മുക്കുറ്റി, തിരുതാളി, കാടും പടലും എല്ലാം കൂടി ഇന്നത്തെ ചെലവ് 645 ഉറുപ്യ. ദിവസം അങ്ങനെ 10-600 ഉറുപ്യ ചെലവാക്കാണ്ടോ നിങ്ങളെ പൈസ? കായ് ചെലവാക്കിയാലും വയറ്റിലേക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു ആദി. എന്റെ പടച്ചോനെ, പഴിച്ചിട്ട് നിവൃത്തില്ല പാത്തുവോ. ഓറഞ്ച് നീര് മാത്രം കുടിച്ചാ പിന്നെ പൈക്കാണ്ടിക്കുവോ? 1-2 ദിവസം അല്ല, ഇങ്ങനെ 30 ദിവസം നിക്കണോ? ഇന്നിപ്പോ എങ്ങനെയോ പണിക്ക് പോയതാ. ഇങ്ങനെ പെരുവയിലത്ത് മീനും വിറ്റ് നടക്കണം ഞമ്മളെപ്പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല കേട്ടത്. 4 ഔസേപ്പേട്ടന്റെ കിടപ്പ് ആലോചിക്കുമ്പോ ഇതൊന്ന് മിണ്ടാണ്ടൊക്കെ പാത്തുവോ. ആന്റെ നാവ് ഞാൻ ഇത് പട്ടിക്കിട്ട് കൊടുക്കും. ഞാൻ നിങ്ങക്ക് സൂക്കേട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഔസേപ്പേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോഴേ നിങ്ങൾ ഈ ചികിത്സയിൽ ഉറച്ചു നിൽക്കൂ. എനിക്ക് മാത്രം പോരാ ആരോഗ്യവും. ഈ പെരയിൽ എല്ലാരും പ്രകൃതി ആവണം. തവിടും പിണ്ണാക്കും തിപ്പല്ലിയും തൈതാരിയും ഒക്കെ കഴിച്ച് നിങ്ങൾ അങ്ങോട്ട് ജീവിച്ചാൽ ഞമ്മക്കൊന്നും അത് വേണ്ട. ജീവിച്ചിരിക്കുന്ന കാലത്ത് നാവിന് രുചിയുള്ള ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് വേണം തിന്നാൻ. അല്ലാണ്ട് വേവിക്കാത്ത പച്ചക്കറിയോ മുളപ്പിച്ച പയറും ഒന്നും തിന്ന് ജീവിക്കാൻ ഞമ്മളെ കിട്ടൂല. അടുക്കളപ്പണി എടുക്കാനുള്ള ജീവനും കൂടി ഉണ്ടാവൂല. ഡോക്ടർ പറയുന്നേ 30 ദിവസം വിശ്രമിക്കണം. അല്ല, അത്രയും നാളും ഇപ്പൊ നമ്മള് മീനാരുണ്ടോ? അതാ സുശീലിനെ ഏൽപ്പിച്ചാ മതിയേ. ഇച്ചിരി തരികിടുന്നേ ഉള്ളൂ, എന്നാലും പണി പോണ്ട് കയ്യാലോ. മീൻ കച്ചവടത്തുന്നേ മര്യാദക്കുള്ള കായ് കിട്ടിയില്ലെങ്കിൽ പ്രകൃതി ചികിത്സക്കുള്ള കായ് നമ്മൾ ഏടുന്നിടത്ത് കൊടുക്കും. നമ്മള് ഈ ഉൽപ്പലാക്ഷൻ ഡോക്ടർ ഉണ്ടാക്കുന്ന ചെലവാണിത് മുയിമേ. അയാളെ പറഞ്ഞു വിട്ട ഈ ചെലവൊക്കെ കുറയും. അയാളെ പറഞ്ഞു വിടാൻ പറ്റൂല. ഏതെങ്കിലും നാച്ചുറോപ്പതി ഡോക്ടറെ അടുത്ത് ചെന്ന് ചികിത്സിക്കണം എന്നാണ്, പ്രകൃതി ചികിത്സ നടത്തണം എന്നാണ് ബാലേട്ടൻ പറഞ്ഞത്. ഇയാള് നല്ല ഡോക്ടറാണ്, നിങ്ങളോട് ആരാ പറഞ്ഞേ? ഔസേപ്പേട്ടൻ എല്ലാ വഴി നോക്കുന്നതിനിടയിലേ കുറച്ച് പ്രകൃതി നോക്കിനി. അന്ന് ഔസേപ്പേട്ടനെ ചികിത്സിച്ച ഇയാളാ. അയാൾ ഒരു നോട്ടവും ഭാവവും നിക്ക് പിടിക്കണില്ല. ഏത് നേരത്തും അടുക്കൾക്ക് ഇങ്ങനെ കണ്ണും തുറത്തിച്ച് നിൽക്കും. ഒരാർത്തി പണ്ടാരം. അങ്ങനെയൊന്നും പറയരുത് പാത്തുവോ. ഡോക്ടർമാരെന്ന് പറഞ്ഞോര് പടച്ചോന്റെ കൂടെ നടക്കുന്നവരാ. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കി. സുബൈക്ക് അയാൾ കേറി വരും. എന്നിട്ട് സൂര്യൻ നോക്കിട്ട് കുന്തം പോലെ നിക്കാൻ വേണ്ടി. ഈ ഇല കണ്ണിന് നേരെ പിടിച്ചു സൂര്യനെ നോക്കൂ. ഇതുപോലെ സൂര്യൻ വെള്ളം എടുത്തോളൂ. വെള്ളത്തിലൂടെ വരുന്ന പ്രകാശരശ്മി കണ്ണിന് ആരോഗ്യവും ഉന്മേഷവും നൽകും. ചിരിച്ചോളൂ.
പാവപ്പ വെറും വയറ്റിൽ പൊട്ടിച്ചിരിക്കുന്ന കണ്ടോ ജി? വെറും വയറ്റിലാവില്ല, രാവിലത്തെ മൂത്രം അകത്താക്കിയിട്ടുണ്ടാവും. ഉപ്പാന്റെ പ്രകൃതി ചികിത്സയും മൂത്ര ചികിത്സയും കൊണ്ട് രാത്രിയിൽ ടിവിയിലെ കോമഡി പരിപാടി ഒന്നും ഞാൻ വെക്കാറില്ല. ഇതിലും വലിയ കോമഡി പറയുന്നുണ്ടോ? ശരിയാ. നോക്കുന്നത് പോലെ രാവിലെ ഉറക്കമുണർന്ന് കിടപ്പുമുറിയുടെ ജനലിലൂടെ അനന്തതയിലേക്ക് നോക്കണം. അതിന് ജനലിന്റെ അപ്പുറത്ത് അനന്തതയല്ല, കക്കൂസ. അടയ്ക്ക് നോക്കിയാൽ മതി. പോരാ പോരാ, അനന്തത ഉള്ളെടുത്ത് പോയി നോക്കണം. കണ്ണുകൾക്ക് ആരോഗ്യം കിട്ടണം. അപ്പൊ തന്നെ പോണോ? വേണ്ട. ഇപ്പോൾ ഞാൻ കുഴച്ചു വെച്ച ഈ ചളിമണ്ണ് മേൽപുരട്ടി 2 മണിക്കൂർ ഈ വെയിലെ തനങ്ങാതെ കിടക്കണം. ഞാൻ നിങ്ങളെ പായിൽ പൊതിഞ്ഞു കിട്ടും. അല്ല, വയറ്റിലേക്കൊന്നും ചെല്ലാണ്ട് ഇത് തേച്ചിട്ട് കിടത്താൽ ശരിയാവൂല കേട്ടോ. ഔസേപ്പേട്ടന്റെ കിടപ്പ് കണ്ടാൽ നിങ്ങൾ അങ്ങനെ പറയില്ല. നിങ്ങളത് പിന്നെ ഓർമ്മിപ്പിക്കല്ലേ. നമ്മൾ കിടന്നോളാം. ശരി ശരി. എങ്ങനെ കിടക്കണ്ടേ? തല അങ്ങോട്ട് ചടക്ക്. ആടെ ഇങ്ങോട്ട് കിടക്ക. കബറില് അത്ര പെട്ടെന്ന് ചളി പൊറലാണ്ടക്കാനേ ബാപ്പ എത്ര കാലം ഇങ്ങനെ കഴിക്കേണ്ട ഒരു മക്കളാ. ഉപ്പ കഴിച്ചാ തന്നെ കിട്ടണോ ഓരോരോ കോമാളിത്തരം. ഇത് മുയിമം പറ്റുവോ? അതെ അതെ. റസിയ, ഞാൻ നരിക്കിനീന്ന് കൊണ്ടുവന്ന ചിക്കൻ പൊരിച്ച ചട്ടിയിലുണ്ടേ. ഈ ഒറ്റക്കെടുത്ത് മിണുങ്ങണ്ട, 4-5 കഷ്ണുണ്ട്. ആ റിസ്വാൻ പള്ളേ പഴിച്ചിട്ടേക്ക് ഇങ്ങോട്ട് വരുന്നത്. ഓനൊരു ആനയും തിന്നാനുള്ള വെസ്പുണ്ടാവും. ഓന് വെക്കണട്ടോ 2 കഷ്ണം. ഞാൻ കുളിക്കമ്മ. അതിനൊന്ന് തിങ്കളാഴ്ചയാ. ഞാൻ രാധികേച്ചിന്റെ അവിടെ ഒന്ന് പോയി വരാം. നിങ്ങൾ എന്തിനപ്പ അവിടെ പോന്നേ? ഇച്ചിരി പ്രദൂഷണത്തിന്. അനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഓ എന്നാ പോയിട്ട് വരി. പോയി വരാം, ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ടേ വരൂ. ആയിക്കോട്ടെ. നിർത്തിങ്ങളെ തീറ്റ. വെള്ളം ചിക്കൻ തൊണ്ട കെട്ടി. പ്രകൃതി ഞാനല്ല പ്രകൃതി, ഈ കാണുന്നതെല്ലാം പ്രകൃതിയാ. നിങ്ങളും ഞാനും പ്രകൃതിയാ. ഈ കോഴിയും പ്രകൃതിയോടെ വിഹരിച്ച് നടന്നാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സ്നേഹിയായ ഞാൻ ഈ കോഴിയെ തിന്നുന്നതിൽ തെറ്റുണ്ടെന്ന് ആരും പറയില്ല. എനിക്ക് പറയാൻ പറ്റൂ. ഇഞ്ച അടുക്കളയിൽ കയറി ഞാൻ ഇഞ്ച പൊരേന്ന് കൊണ്ടുവന്ന കോഴീന നിങ്ങൾ പ്രകൃതി ചികിത്സ പഠിപ്പിക്കാൻ വന്നോല് കട്ട് തിന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ. അതുകൊണ്ട് ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ പോയിക്കോളാം പഠിച്ചു. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം ഉമ്മ. ചെയ്തത് കളവല്ലേ ഈ കളവൻ? വിശന്നിട്ടല്ല മോളെ, നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഞാൻ തിന്നോട്ടെ. അങ്ങനെ തിന്നാൻ പറ്റില്ല. ഇങ്ങോട്ട് തരിങ്ങള് അങ്ങനെ തിന്ന മതി. പോയിക്കോളെ പഠിത്തേ. പ്രകൃതി നല്ല ഇതിന്റെ പേര് വികൃതി വിട്ടൂടെ. അലപ്പ അങ്ങോട്ട് വാ. നൊണയാ അലപ്പ തിന്നോ. വേഗം സ്ഥലം പിടി പറ്റി. ഉമ്മ അങ്ങക്ക് കടിക്കാത്ത കാലം കൊണ്ട് വാങ്ങിക്കൂടെ? ഓ അത് കടിച്ചിക്ക് നക്കിക്കാ അലപ്പേ. എന്തെങ്കിലും സൂക്കേട് വരും, വയസ്സനാണത്. എനിക്ക് പൈക്കുമ്പോ ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ഞ അത്തൈ നടക്കി. എന്നാ വാ അങ്ങോട്ട് പോയി. ഒരു പ്രകൃതി. അങ്ങോട്ട് അടിക്ക. സ്റ്റോപ്പ്. നിർത്തി. ഒന്ന് ഇറങ്ങിട്ട് അവിടെ തുറക്കി നോക്കുമ്പോ ശരിക്കും പട്ടിക്കുട്ടിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ തന്നെ. അടക്കി. നിങ്ങളെ ഇതൊക്കെ ഒന്ന് ആക്കിയച്ചോളി, വലിയ ഉപകാരമാവും. പ്രകൃതി ജീവനം ഒരു ജീവിത രീതിയാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിനോട് തഴുതാമ്യ തിപ്പലിയൊക്കെ നമ്മൾ ഇവിടെ നട്ട് വളർത്താൻ പോവുക. ഇനിയിപ്പോ ആവശ്യത്തിന് അന്വേഷിച്ച് ചെല്ലണ്ടല്ലോ നമ്മള്. അല്ലപ്പ ഇതിനൊക്കെ വലിയ പൈസയൂലേ? എന്നാലും ഒരു ക്യാൻസറിന്റെ ചികിത്സക്ക് ചെലവാക്കേണ്ട പൈസ അത്ര ആവില്ലോ മോളെ. ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതല്ലേ? അല്ലപ്പാ ചെടികളൊക്കെ ഇങ്ങനെ തിരിച്ചറിയാ? ഒക്കെ നമ്മള് പേരെഴുതിയിട്ട് കാല് നാട്ടു. അതാണ്. അല്ല, നമ്മളെ നാച്ചുറോപ്പതി ഡോക്ടർ ഉൽപ്പലാച്ചനോട് പോയി. അയാള് കോഴിക്കാലും കൊണ്ട് സ്ഥലം. കോഴിക്കാലും കൊണ്ടോ? പൊരിച്ചു വെച്ച കോയും കൊണ്ട് അയാൾ പോയിന്ന്. ഏറ്റുപോയി. അയാൾ തടി തപ്പീന്ന്. പ്രകൃതി ചികിത്സയുടെ പേരില് വ്യാജമാര് കൊറേ ആൾക്കാർ ഇറങ്ങിക്കുന്നു. നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ച ഇവിടെ തന്നെ
അംഗീകൃത യോഗ്യതയില്ലാതെ പ്രകൃതി ചികിത്സ നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. യോഗ്യതയില്ലാതെ ചികിത്സ നടത്തുന്നവർക്ക് രജിസ്ട്രേഷൻ നൽകാനുള്ള തീരുമാനം ആരോഗ്യ മേഖലയിൽ തെറ്റായ പ്രവണതകൾ വളർത്തുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അനധികൃത പ്രകൃതി ചികിത്സകർ ആയുർവേദ ചികിത്സ കൂടി നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. പഠിച്ചോനെ, നമ്മൾ അയാൾക്ക് 2000 രൂപ കടം കൊടുത്തല്ലോ. അയാൾ ഉണ്ടാക്കി വെച്ച ചെലവ് വേറെ. അല്ല ഉപ്പ, ഉപ്പാന്റെ ചികിത്സക്കുള്ള സമയായില്ലേ? ചിരിക്കാൻ പറ്റിയ നേരാ. ചിരിക്കുപ്പാ. ചിരിക്ക്. അങ്ങനെയല്ല, ചിരിച്ചൂടി. ചിരിച്ചൂടി. കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. MIT മൂസ, MIT